ഹലോ, എങ്ങോട്ടാ? ആണോ? എവിടെ എവിടെ എങ്ങോട്ടാ? ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബ് ആവാൻ ഒരു 200-150 സബ്സ്ക്രൈബോട് വരെ എല്ലാവരും ഒന്ന് സഹകരിക്കും. ഓക്കെ 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 ഫൈൻ ഓക്കെ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്രതീക്ഷിതമായൊരു യാത്രയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒന്നിനും തന്നെ സാധിച്ചില്ല. ഈ ഓട്ടോ ചേട്ടനാണെങ്കിൽ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ അയാളുടെ മുഖത്ത് ഭയങ്കര ദേഷ്യവും കാണാം. ഹലോ, അങ്ങനെ ഞങ്ങൾ യാത്രയായി. സാധാരണഗതിയിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതും ട്രിവാൻഡ്രം തിരിച്ചു വരുന്നതൊക്കെ ബസ്സിലാണ്. പക്ഷേ ഈ പ്രാവശ്യം എയർ ബസ് ഫുള്ള് ബുക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് അതിനും പറ്റിയില്ല. പ്രീമിയം തത്കാലാണ് ടിക്കറ്റ് കിട്ടിയത്. അതുകൊണ്ടൊരു ടെൻഷനുണ്ട്, സീറ്റൊക്കെ കൺഫേം ആവുമോ എന്നുള്ളത്. ഇവിടെ പിന്നെ കിട്ടാത്തുള്ള സാധനമുണ്ട്. ഏത് ഹോട്ടലിൽ അവരുടെ ജാഥയുണ്ട്. അല്ല, അവരുടെ ഫംഗ്ഷൻ ചെറിയ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വാതിക്കലെത്തി. ഏട്ടൻ കുറച്ച് വെള്ളം, അവന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണമായിരുന്നു, അതിന് വേണ്ടി പോയി. അങ്ങനെ ഇതാ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോം 2 or 3 അങ്ങോട്ടായിരുന്നു. 2 അല്ലേ? അങ്ങനെ അവിടെ ഇറങ്ങി. ടിക്കറ്റിന്റെ വലിയ ബുദ്ധിമുട്ടാണ്. അത് തന്നെ, ചെയ്യാത്തോണ്ട് പക്ഷെ നല്ല വെയില്. 5 മണിയാണ്. അത് തന്നെ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്ത് അങ്ങനെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പറായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു വീഡിയോ എടുക്കാനും. അങ്ങനെ അതിനൊന്നും പറ്റിയില്ല. ഒന്നാമത് നല്ല റഷായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ബാംഗ്ലൂരും ഈ പറയും പോലെ വലിയ തണുപ്പ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ടയേർഡ്നെസ്സും എനിക്കറിയത്തില്ല, ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. അവനും ഭയങ്കര അത് തന്നെ ഭയങ്കര എന്തോ എനിക്ക് അറിഞ്ഞൂടാ, വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്. എന്നാലും അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞങ്ങ് എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ ട്രിവാൻഡ്രം എത്തി, കൊച്ചുവേളി എത്തി. അതന്നെ, അയ്യോ അപ്പൊ ഇത്തിരി സമാധാനം. കൊച്ചി എത്തി. അങ്ങനെ പിന്നെ കൊച്ചുവേളിയിൽ ഇറങ്ങി ഞങ്ങളൊരു ഓട്ടോ ബുക്ക് ചെയ്തു. അതിന് ഞങ്ങൾ നേരെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂം നമുക്ക് നേരത്തെ പരിചയമുള്ള ഉണ്ട്, അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. ഇതാ നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ അവിടെ അല്ലേ, അവിടെ അല്ലേ ആ പാലം. ഞങ്ങളുടെ സ്ഥിരം യാത്ര ആയിരുന്നു, നൈറ്റ് റൈഡിൻ്റെ സ്ഥലമായിരുന്നു. അതൊക്കെ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് എത്തി. എൻ്റെ പൊന്ന് ഗൈസ്, ട്രിവാൻഡ്രം എത്തി. റൂമൊക്കെ എടുത്തു. ഞങ്ങൾ റൂമിൽ നിന്ന് മാറി ലോക്ക് ചെയ്തു. ഫുഡ് കഴിക്കുമ്പോൾ അമ്മയെ വിളിക്കണം, അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹലോ അച്ചുട്ടി. ഓ ചെയ്യാം. ഹലോ ആണ് ലിഫ്റ്റ് ക്ലോസിങ്. അമ്മേനോട്ടൊക്കെ എന്തൊരു ഹായ്. ഓ നോക്കിയേ, സൂപ്പർ. ഏത് ഹോട്ടലിലാണ് പോകണ്ട ഫുഡ് കഴിക്കാൻ? സംസം മിസ് ചെയ്യുന്നുണ്ടല്ലേ നീ? എന്താണ് ഷവായ?
അപ്പോൾ ഗൈസ് ഈ 2 സ്ഥലമുണ്ട് ഇവിടെ ഭക്ഷണം. നമുക്ക് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി അറിയാലോ. ഇവിടുത്തെ കൊള്ളൂര് ആദ്യം ബിരിയാണി വിളിച്ചായിരുന്നു. ഇപ്പൊ അച്ഛൻ അവിടെ സത്യം ബാംഗ്ലൂരല്ലേ അമ്പൂർ ബിരിയാണി കുസ്ക കബാബ്, കുസ്ക കബാബ് കുസ്ക ബോൾ. നല്ല ചോറ് കഴിക്കണം, മീൻകറി കഴിക്കണം. സ്റ്റാച്യൂലൊരു മലബാർ എന്ന് പറഞ്ഞ മുമ്പ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. നമ്മളെ സ്ഥിരം ഹോട്ടലായിരുന്നു. നമുക്ക് എന്തെങ്കിലും നോക്കാം. ഊണിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വിശേഷം. അങ്ങനെ ഞങ്ങൾ അമ്മയെ വിളിക്കാനാണ് നേരെ പോകുന്നത്. അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ കയറണം. കുറേ നാളായില്ലേ ട്രിവാൻഡ്രത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി ഞങ്ങളെല്ലാം പഴയ ഞങ്ങൾ ഒരുപാട് രാത്രി യാത്രയായിരുന്നല്ലേ കൂടുതലും. ട്രിവാൻഡ്രം പകലിനെക്കാട്ടി രാത്രിയായിരുന്നു. സമയം കിട്ടുള്ളൂ. അതെ, സെക്രട്ടേറിയറ്റ്. അമ്മയെ പിക്ക് ചെയ്ത് ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു ഹോട്ടൽ തന്നെയാണ് സ്റ്റാച്യൂല് നാരായൺസ്. അങ്ങനെ അവിടെ കയറി. എങ്ങനെയുണ്ട് ഊണ് കഴിച്ചിട്ട്? അമ്മ ഊണ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചു. ആ ബാംഗ്ലൂരുള്ള ബിരിയാണി കബാബും കഴിച്ചാൽ എന്താണ് എന്താ? ആ അതെ അതെ അതെ, ഫസ്റ്റ് ബിരിയാണിയുടെ അക്ഷരം ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. സ്ഥിരം എല്ലാ ഹോസ്പിറ്റലിലും ഉള്ള പോലെ തന്നെ കുറേ ചെക്കപ്പിന് എഴുതി തന്നു. അത് തന്നെ, കുറേ ചെക്കപ്പിന് എഴുതി തന്നു. ചെക്കപ്പൊക്കെ കുറേയൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഉടനെ പറഞ്ഞു നാളെ തന്നെ അഡ്മിറ്റ് ചെയ്യണം. 2 ദിവസം അമ്മ അവിടെ അഡ്മിറ്റ് ആക്കണം, കാര്യം ബ്ലഡ് കുറവുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ശരി നാളെ അഡ്മിറ്റ് ആകുമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് റൂമിൽ പോയി തിരിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഞങ്ങൾക്ക് രാമേന്ദ്രയിലൊന്ന് പോകണമായിരുന്നു. അങ്ങനെ രാമേന്ദ്ര വരെ ഒന്ന് വന്നു. ഇവിടെ നമുക്ക് കുറേ സാധനം വാങ്ങണം. നമുക്ക് ഇവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട് നാട്ടിലത്തെ, പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഒന്നും ഹോസ്പിറ്റൽ ആവശ്യമൊക്കെ പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ഇതായിപ്പോയി, തിരക്കൊക്കെ ആയിപ്പോയി. എന്നാലും പിന്നെ ഒന്ന് അവിടെ വരെ പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ അടുത്ത് ഞങ്ങൾ വേറെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വലിയ പ്ലാൻ ആയിരുന്നു, പക്ഷെ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ പോയത്, പക്ഷെ ഒന്നും നടന്നില്ല. എങ്കിലും കുഴപ്പമില്ല. അത് തന്നെ. പിന്നെ ഞങ്ങൾ അത് തന്നെ ജസ്റ്റ് അവിടെ ഒന്ന് കയറി. രാമേന്ദ്ര എന്ന് പറഞ്ഞ ഞങ്ങളുടെ വേറെ തടവ്. അയ്യോ തെറ്റിയില്ല, അതല്ലേ തടവെന്ന്, തറവാടെന്ന് പറഞ്ഞത് തടവ്. ഞങ്ങള് സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലാതെ നമ്മൾ വീട്ടിൽ കുറേ എന്തെങ്കിലുമൊക്കെ ബോറായിട്ട് തോന്നിയാൽ നമുക്ക് വീട്ടിലെ വലിയ ഒറ്റപ്പെട്ട പോലെ ഇരിക്കണായിട്ട് എങ്ങനെ എനി ടൈം നമ്മൾ പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാലോ ട്രിവാൻഡ്രത്ത് വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും സാധാരണക്കാർക്കും പൈസ ഉള്ളവർക്കും എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മേളിൽ 5ാമത്തെ നിലയിൽ ഞങ്ങൾ അവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ലാഭമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്. എത്ര നാളല്ലേ? 3 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും അവിടെ വന്നിട്ട്. അതുപോലെ തൊടുക്കത്തെ ടേസ്റ്റ് ആണ്. പതുപോലെ ഇരിക്കും. നീ അതിനല്ലേ ഇവിടെ വന്നത്? ആ ഞാൻ അതിനാണ്. അവര് സാരിയൊക്കെ നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ രാമേന്ദ്രയിൽ 5th ഫ്ലോറിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി.
ഹലോ. ഒരു കേരള പൊറോട്ടന് 30-40 ഇവിടെ അമ്മ ചായ എങ്ങനെയുണ്ട്? അതിനുശേഷം പിന്നെ ഏട്ടന് ലുലുവിൽ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം അമ്മയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. അതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിലെ വിശേഷങ്ങളൊന്നും എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും എല്ലാവർക്കും വയ്യാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അമ്മയും അച്ഛനും വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടെ അതുകൊണ്ട് അവർ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട മക്കളെ എന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആവട്ടെ എല്ലാവരെയും നമുക്ക് കാണിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എന്നാലും കുറേ മാങ്ങ, ചക്ക, കുരുമുളക് എല്ലാം കെട്ടി പൊതിഞ്ഞ് എനിക്ക് തന്നു വിട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൽ കയറി. പ്രേതമായി മാറി. പ്രേതമായി മാറി.